ഹലോ നമസ്കാരം. റിയാക്റ്റും ഫയർബേസ് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം ക്ലോൺ ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഈ സൈൻ അപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തത്. ഈ മോഡലിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ പേജിലേക്ക് ആവശ്യമായിട്ട് ഈ പേജിൽ നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡിയും അതേപോലെ ഒരു പാസ്വേഡും അതേപോലെ യൂസർ നെയിമും കൊടുത്ത ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഹലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒഴിവാക്കിയിട്ട് നമുക്കിതിലൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മോഡൽ എന്ന ഭാഗത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആൾറെഡി നമുക്കിവിടെ വന്ന് അലോ വേൾഡ് എന്നുള്ള മോഡൽ ഇവിടെ അലോ വേൾഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ലോഗോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടുന്ന് ഈ അലോ വേൾഡ് എന്നുള്ളത് കളയുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത നേരത്തുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇവിടേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ലോഗോ തന്നെയാണ്, അതായത് നമ്മൾ ആൾറെഡി നമ്മളെ വെബ് പേജിലുള്ള ആ ലോഗോ തന്നെയാണ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അത് ഇവിടേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ അലൈനിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ കൊടുത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സെൻറ്ററിലേക്കാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻറ്റർ എന്നുള്ളൊരു ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്ത ഈ ഡാറ്റാസ് നമുക്ക് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സെൻറ്റർ ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ ഉള്ളിലായി ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ റൺ ചെയ്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത ലോഗോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഡിവിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ടാവും. അതായത് നമ്മളിവിടെ എന്ത് ലോഗോ ആണോ ചേർത്ത് കൊടുത്തത് അത് നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു 3 ടെക്സ്റ്റ് ഫീൽഡ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഡാറ്റാസുകളൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നൊരു 3 ടെക്സ്റ്റ് ഫീൽഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ് നമ്മളിവിടെ വന്ന് ഇൻപുട്ട് എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ആദ്യം തന്നെ നമുക്കിവിടെ പ്ലേസ് ഹോൾഡർ എന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ പ്ലേസ് ഹോൾഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലേസ് ഹോൾഡർ ഇമെയിൽ യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് എന്നുള്ളത് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഒരു നെയിം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നെയിം ഇവിടെ വന്ന് ഇമെയിൽ ഐ ഡി എന്ന് ചേർത്ത് കൊടുക്കാം, യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയിം ഈക്വൽ ടു നമ്മളിവിടെ വന്ന് യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ വാല്യൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് വാല്യൂ എന്നുള്ളത് യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്ത് ചെയ്യണം, സെറ്റ് യൂസർ നെയിം എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കായിട്ട് ആഡ് ചെയ്യണം. ആ സ്റ്റേറ്റ് നമ്മൾ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് വീണ്ടും നമ്മളിവിടെ വന്ന് ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ളൊരു ബോക്സാണ്. അപ്പോൾ പ്ലേസ് ഹോൾഡർ എന്നുള്ളിടത്ത് ഇമെയിൽ ഐ ഡിയും ടൈപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ കൊടുത്താലും കുഴപ്പമില്ല. അതേപോലെ തന്നെ അതിൻ്റെ നെയിം എന്നുള്ളത് ഇമെയിൽ ഐ ഡി കൊടുത്തു, വാല്യൂ എന്നുള്ളത് ഇമെയിൽ ഐ ഡി കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു സെറ്റ് ഇമെയിൽ എന്നുള്ളൊരു ഈവൻറ്റ് കൂടി അതിന് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി അടുത്തതായി നമ്മളിവിടെ വന്ന് പാസ്വേഡാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേസ് ഹോൾഡർ എന്നുള്ളത് പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം ടൈപ്പ് എന്നുള്ളത് പാസ്വേഡ് തന്നെ ചേർത്ത് കൊടുത്തു. നെയിം എന്നുള്ളത് പാസ്വേഡ് കൊടുത്തു. വാല്യൂ എന്നുള്ളത് പാസ്വേഡ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഓൺ ചേഞ്ച് എന്നുള്ളത് നമുക്കതിന് സെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ഈവൻറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്യാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ടണിൻ്റെ ഉള്ളിൽ ഓൺ ക്ലിക്ക് എന്നുള്ളതിൽ നമ്മളിവിടെ വന്ന് സൈനപ്പ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു സൈനപ്പ് ക്രിയേറ്റ് ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സൈനപ്പ് എന്നതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് സൈനപ്പ് അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സൈനപ്പ് എന്ന ഫംഗ്ഷനാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബട്ടണും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് സേവ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് എററുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ എററുകളൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ഈവൻസുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ സെറ്റ് യൂസർ നെയിം, അതേപോലെ സെറ്റ് ഇമെയിൽ, അതേപോലെ സെറ്റ് പാസ്വേഡ് എന്നുള്ള കുറച്ച് ഈവൻറ്റുകളൊക്കെ നമ്മളിവിടെ സ്റ്റേറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള ഓരോ സെപ്പറേറ്റ് സ്റ്റേറ്റുകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ പേര് കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ബ്രാക്കറ്റ് ഇട്ടു യൂസർ നെയിം എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്, യൂസർ നെയിം. എന്നിട്ട് ഇവിടെ വന്ന് സെറ്റ് യൂസർ നെയിം യൂസ് സ്റ്റേറ്റ് എന്നും ചേർത്ത് കൊടുത്തു. അടുത്തതായി ഇമെയിൽ ഐ ഡിക്കും അതേപോലെ തന്നെ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ പാസ്വേഡിനും അതേപോലെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്നൊരു ഇവിടെ നമ്മളൊരു സൈനപ്പ് എന്നുള്ളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൈനപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ സൈനപ്പ് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് കോൺസ്റ്റ് എന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് സൈൻ അപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. സൈൻ അപ്പ്. എന്നിട്ട് ഇവിടെ വന്ന് ഈവൻറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ഈവൻറ്റ് ഇഒ അല്ലെങ്കിൽ ഈവൻറ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ വന്ന് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നും കൂടി സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, എറർ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇൻപുട്ട് എന്നുള്ളത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻപുട്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് യൂസ് ചെയ്യുന്നത്, മെറ്റീരിയൽ UI എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള എററാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഇൻപുട്ട് എന്നുള്ളത് നമുക്കിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻപുട്ട് എന്നുള്ളത് ഞാനിവിടെ ആഡ് ചെയ്തു. ഇനി വീണ്ടും ഒന്നുകൂടി സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റാണ്, നമുക്കിവിടെ എററൊന്നുമില്ല. അപ്പോൾ നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഈ സൈനപ്പ് എന്നുള്ള ബട്ടണിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത എല്ലാ ഫോംസുകളും, അതായത് എല്ലാ ബട്ടൺസ് യൂസർ നെയിം, ഇമെയിൽ, അതേപോലെ തന്നെ പാസ്വേഡ്, അതേപോലെ സൈനപ്പ് എന്നുള്ള ബട്ടണും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്നും കൂടി നമുക്ക് ഒന്ന് ഓർഡർ ആക്കാം. അതായത് ഇത് നമ്മൾ കരുതിയ പോലെയല്ല, പലതും പല രൂപത്തിലാണ് കിടക്കുന്നത്. അതായത് ടെക്സ്റ്റ് ഫീൽഡുകളൊക്കെ ഈ ലൈനിലുണ്ട്, അതേപോലെ ബട്ടൺ എന്ന് പറയുന്നത് ഈ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓർഡർ ആക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം എന്നുള്ളൊരു ഭാഗത്തേക്കാക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ആ ഫോമിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഓക്കെ, നമുക്കിത് എല്ലാം എന്ത് ചെയ്യാം, ഒരു ഫോമിൻ്റെ ഉള്ളിലേക്കാക്കി മാറ്റാം. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കോഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയതിന് ശേഷം നമുക്ക് ഈ സെൻറ്റർ എന്നില്ല, അതായത് ഈ ഇമേജ് കൊടുത്തതിൻ്റെ നേരെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഫോം എന്നുള്ള ഒരു ഫോം കൊടുത്തു. അതിൻ്റെ ക്ലാസ് നെയിം ഞാനിവിടെ വന്ന് ആപ്പ് സൈൻ അപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ആ ഫോം ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയും ഭാഗം വരെ മതി. അപ്പോൾ നമ്മൾ അവിടെ മുകളിൽ ഓപ്പൺ ചെയ്തിരുന്ന ആ ഫോം ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഭാഗത്തിന് നമുക്ക് ഒരു CSS കൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇതൊന്ന് ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, CSS കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ CSS ആഡ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് app.css പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് കൊടുത്ത ക്ലാസ് നെയിം നമുക്കിവിടെ യൂസ് ചെയ്യണം. അപ്പോൾ app.js പോയതിന് ശേഷം നമ്മളിവിടെ കൊടുത്ത ആപ്പ് സൈനപ്പ് എന്നുള്ള ഈ ക്ലാസ് നെയിം ഇവിടെ വന്ന് എടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ടു, ക്ലാസ് നെയിം ആയതുകൊണ്ട് ഡോട്ട് ഇട്ടു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള CSS ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സ് ആക്കാം. ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഫ്ലെക്സ് എന്നാക്കി കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫ്ലെക്സ് ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കോളംസ് ആക്കി കൊടുക്കാം. അതായത് ഓരോ വരിയിലായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ എന്നുള്ളത് കോളം എന്നും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ നമുക്കിതിവിടെ വന്ന് ബട്ടണ് നമ്മളിതൊരു ഓർഡറിലായിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ തന്നെ ഇവിടെ യൂസർ നെയിം കൊടുക്കാനുള്ള കോളവും ഇമെയിൽ കൊടുക്കാനുള്ളതും അതേപോലെ പാസ്വേഡ് കൊടുക്കാനുള്ളത് ഇതൊരു ഓർഡറിലായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പേജ് റീലോഡ് ചെയ്ത് വരുമായിരിക്കും. അപ്പോൾ ആ റീലോഡ് ഫങ്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് app.js നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ സൈനപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഈവൻ്റ് എന്നുള്ളത് പ്രിവെൻറ്റ് ഡിഫാൾട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഈവൻ്റ് എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് പ്രിവെൻറ്റ് ഡിഫാൾട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യരുത്, അത് പേജ് റീലോഡ് ചെയ്ത് വരരുത്. അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രിവെൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക, പ്രിവെൻറ്റ് ഡിഫാൾട്ട് എന്നുള്ളത് ചേർത്ത് കൊടുക്കുക, ഡിഫാൾട്ട്. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്, ഈ പേജ് റീലോഡ് ചെയ്ത് വരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ prevent ഡിഫാൾട്ട് എന്നും ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ബട്ടൺ എന്ത് ചെയ്യുക, ടൈപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബട്ടണ് ടൈപ്പ് എന്നുള്ളത് സബ്മിറ്റ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബട്ടൻ്റെ ടൈപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സബ്മിറ്റ് എന്നും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് എന്നിട്ട് കൊടുക്കുക, ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് സബ്മിറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൈനപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പേജുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം കൊടുക്കാം, ഇവിടെ ഇമെയിൽ ID കൊടുക്കാം, ഇവിടെ പാസ്വേഡ് കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുത്ത യൂസർ നെയിമും ഇമെയിലും അതേപോലെ പാസ്വേഡും നമ്മളെ ഫയർബേസ് ഓതൻറ്റിഫിക്കേഷൻ്റെ ഡാറ്റാബേസിലേക്കായിട്ട് പോയി സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലായി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.